ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് മാവൊന്നും അരച്ച് വെക്കാതെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉടനടി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് അവലെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള അവൽ വന്നിട്ട് വെള്ള അവലാണ്. വെള്ള അവലിന് പകരം നമുക്ക് റോസ് അവലെടുക്കാം. ഇതിപ്പോൾ ഇച്ചിരി കട്ടി കുറഞ്ഞ അവലാണ്. ഇനിയിപ്പോൾ കട്ടിയുള്ള അവലാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്നാലും തീരെ നൈസായിട്ടുള്ള അവലല്ല, കുറച്ച് കട്ടിയുള്ള അവലാണിത്. അപ്പോൾ ഈ അവൽ നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം വേണമോ അതിനനുസരിച്ചിട്ട് വേണം ഇതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അവലൊന്ന് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ റവയും കൂടി. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിലാണ് റവ എടുത്തിട്ടുള്ളത്. വറുത്ത റവയാണെന്നുണ്ടെങ്കിലും വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റവയും കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ തൈരും കൂടി. കുറച്ച് പുളിയുള്ള തൈരാണ്, ഒരുപാട് പുളിയുള്ള തൈര് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് പെട്ടെന്ന് തയ്യാറാക്കുന്നതിൻ്റെ പേരിൽ നമ്മുടെ ദോശയ്ക്ക് ഒരല്പം പുളിപ്പ് വേണം. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിൽ ഒരു 1/2 കപ്പ് തൈരും കൂടി ചേർക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട്, ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അങ്ങനെ വെച്ചിരിക്കണം. ഒരു 15 മിനിറ്റോളം എങ്കിലും നമ്മളിങ്ങനെ വെച്ചിരിക്കണം. അത്രയും സമയം കൊണ്ട് നമ്മൾ അവലൊന്ന് കുതിർന്ന് കിട്ടാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റവ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാനുണ്ട്. ആ ഒരു സമയം നമ്മൾ ഇതിന് വേണ്ടി കൊടുക്കണം. നമ്മൾ എടുക്കുന്ന അവലിൻ്റെ ആ ഒരു കട്ടി അനുസരിച്ചിട്ട് ഇരിക്കും നമ്മൾ ഇതിലേക്ക് എത്രത്തോളം വെള്ളം ചേർക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 15 മിനിറ്റോളം ഇതിങ്ങനെ വെച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ റവയും അവലൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് വീണ്ടും ഒരുപാട് സോഫ്റ്റായി കിട്ടും. അതുപോലെ തന്നെ കൂടുതൽ വെള്ളം ഇതിലേക്ക് ചേർക്കേണ്ടി വരും. അതെല്ലാം നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മാത്രം വെച്ചിരുന്നാലും മതിയാകും. അത്രയും സമയം കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ അവലെല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുറച്ച് സമയം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 15 മിനിറ്റോളം നമ്മളതൊന്ന് വെയിറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ മാവെല്ലാം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. അവലെല്ലാം നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റവയും നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നീട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നാൽ ശരി, പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിപ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരല്പം പോലും തരിയൊന്നും ഇല്ലാതെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മളത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരുപാട് വെള്ളം ഞാൻ ചേർത്തിട്ടില്ല, എന്നാലും നമ്മൾ നേരത്തെ ചേർത്തതിലും കുറച്ചുകൂടി കൂടുതൽ ചേർത്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് നമ്മുടെ ദോശയുടെ മാവൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു വെള്ളം മാത്രം ഇതിൽ മതിയാവും. ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇതുപോലെ ഈ ഒരു കട്ടിക്ക് വേണം നമ്മുടെ ഈ ബാറ്ററി കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് സാധാരണ നമ്മൾ അപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പോലെ ഒരല്പം ബേക്കിംഗ് സോഡ കൂടി. അപ്പോൾ ഈ സോഡാപ്പൊടിക്ക് പകരം നമ്മുടെ കയ്യിൽ ഈനോ ഉണ്ടെങ്കിൽ ഈനോ ചേർത്ത് കൊടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതുവരെയും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബാറ്ററിയൊക്കെ ഞാനിപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദോശ ഉടൻ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം ചുട്ടെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് എടുക്കാം, രാത്രിയിലത്തേക്കും എടുക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കുറച്ച് സമയം നമ്മളിതുപോലെ മാവെല്ലാം മിക്സ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നവും ഇല്ല. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഞാനൊന്ന് ചുട്ടെടുക്കുകയാണിത്.
നമ്മുടെ ദോശത്തവ ഇപ്പം നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സാധാരണ ഇരുമ്പിൻ്റെ കല്ലാണെന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. അതല്ല ഇതുപോലെ നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് എത്രത്തോളം മാവ് വേണോ അതിനനുസരിച്ചിട്ട് ഒരല്പം മാവ് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇതൊന്ന് പരത്തി ചുറ്റിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടും വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ അടച്ചു വെക്കുന്നില്ല. എന്നാലും ഒരൊറ്റ സൈഡ് മാത്രമേ ഞാനിതിപ്പോൾ വേവിച്ചെടുക്കുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. നല്ല വൈറ്റ് കളറിലായിരിക്കും നമ്മുടെ ഈ ദോശ കിട്ടുന്നത്. നമ്മളിപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കാതിരിക്കണം. നല്ല കട്ടിക്ക് വേണം നമ്മൾ മാവ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇതുപോലെ നമ്മുടെ കയ്യിൽ ദോശയുടെ മാവോ അപ്പത്തിൻ്റെ മാവോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ സാധാരണ ദോശ ചുടുമ്പോഴത്തേക്കും ഒരല്പം എണ്ണയോ നെയ്യോ ചുറ്റിച്ചു കൊടുക്കുന്നത് പോലെ ഇതിലേക്കും ഒരല്പം എണ്ണയോ നെയ്യോ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ടൊന്നും ചുട്ടെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഒരേ ഒരു സൈഡ് മാത്രമേ ഇത് ചുട്ടെടുക്കുന്നുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് നമ്മുടെ ഈ ദോശയ്ക്കൊപ്പം എടുക്കാവുന്നതാണ്. ചട്നി ആണെന്നുണ്ടെങ്കിൽ വെറും ഒരു ചമ്മന്തി മാത്രം മതി. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിക്കറിയോ ഉരുളക്കിഴങ്ങ് കറിയോ എന്ത് കറിയുടെ കൂടെ, അതുപോലെ തന്നെ നോൺ വെജോ എന്തിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.